നമസ്കാരം. രാജ്യത്തെ പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ തീയതികൾ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. രാജ്യത്തെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഈ ഇന്ത്യ സഖ്യമടക്കമുള്ള പുതിയ സംവിധാനമെല്ലാം നോക്കിക്കാണുന്ന ഒരു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പൊ മഹാരാഷ്ട്രയെ സംബന്ധിച്ച് ആരധികാരത്തിൽ വരും എന്നുള്ളത് രാജ്യത്തെ ഭരണകൂടത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ പോലും വലിയ തരത്തിൽ സ്വാധീനിക്കുന്ന ഒരു വിജയവും തോൽവിയും എല്ലാം ആയിരിക്കും. അപ്പോ ഇത് നോക്കുമ്പോൾ BJPക്ക് ഇത് നിർണായകമായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. പക്ഷെ ഈ സമയത്ത് വന്നിരിക്കുന്ന ടൈംസ് നൗവിന്റെ ഒരു സർവേ പ്രകാരം BJP തന്നെ മഹാരാഷ്ട്രയിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വന്നിരിക്കുന്നത്. അവരുടെ സർവേ പ്രകാരം BJP 25.8% വോട്ടുകൾ ഇത്തവണ നേടാൻ ഉള്ള എല്ലാവിധ സാധ്യതയും ഉണ്ടെന്നും അതോടൊപ്പം തന്നെ BJPയോടൊപ്പം നിൽക്കുന്ന ശിവസേന ഷിൻഡെ പക്ഷത്തിന് 14.2%, NCPയുടെ അജിത് പവാർ പക്ഷം ഇപ്പോൾ BJPയുടെ കൂടെയാണ്. അപ്പോ NCP അജിത് പവാർ പക്ഷത്തിന് 5.2% വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സർവേയാണ് വരുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കുന്നത്, നിലവിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിവുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രകടനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചത് കോൺഗ്രസിന്റെ ഭാഗത്താണ്. പക്ഷെ കോൺഗ്രസ് 18.6% വോട്ടുകൾ മാത്രമേ മഹാരാഷ്ട്രയിൽ നേടുകയുള്ളൂ എന്നും അതോടൊപ്പം തന്നെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷം അവർ 17.6% വോട്ടുകളും, NCP ശരത് പവാർ പക്ഷം 6.2% വോട്ടുകൾ നേടും എന്നുള്ള ഒരു വാർത്തയാണ് വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ ഇന്ത്യ സഖ്യത്തിനോടും അല്ലെങ്കിൽ BJP നേതൃത്വം നൽകുന്ന NDAക്കും ഒപ്പം നിൽക്കാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടിച്ചേരുമ്പോൾ അവർ 12.6% വോട്ടുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ടൈംസ് നൗ പുറത്തുവിടുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇത് വോട്ടിംഗ് ശതമാനത്തിന്റെ കണക്കാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സീറ്റ് നിലയുടെ കണക്ക് അല്ലെങ്കിൽ എത്ര സീറ്റുകൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളും നേടാമെന്നുള്ളത് സംബന്ധിക്കുന്ന സർവേ കൂടി അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ അതിൽ BJP 95 സീറ്റുകൾ മുതൽ 105 സീറ്റുകൾ വരെ നേടാമെന്നും ശിവസേന 19 സീറ്റുകൾ മുതൽ 24, ശിവസേന എന്ന് പറഞ്ഞാൽ BJPക്കൊപ്പം നിൽക്കുന്ന ഷിൻഡെ പക്ഷത്തിന്റെ ശിവസേന, അവർ 19 സീറ്റുകൾ മുതൽ 24 സീറ്റുകൾ വരെ നേടാമെന്നും NCP ശരത് പവാറിന്റെ NCP 7 മുതൽ 12 വരെ സീറ്റുകൾ നേടാമെന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഈ സീറ്റുകളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കും. 121 എന്ന് പറയുന്ന ഒരു കേവല ഭൂരിപക്ഷം കടക്കാനായിട്ട് BJPക്ക് സാധിക്കും എന്നുള്ള ഒരു കണക്കാണ് വരുന്നത്. അതോടൊപ്പം കോൺഗ്രസ് 42 സീറ്റുകൾ മുതൽ 47 സീറ്റുകൾ വരെ നേടുമെന്നും ഉദ്ധവ് താക്കറെ പക്ഷം 26 സീറ്റുകൾ മുതൽ 31 സീറ്റുകൾ വരെ നേടുമെന്നും NCP പക്ഷം 23 സീറ്റുകൾ മുതൽ 28 സീറ്റുകൾ വരെ നേടാമെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടി 16 സീറ്റുകൾ മുതൽ 18 സീറ്റുകൾ വരെ നേടാമെന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ കണക്കുകളെല്ലാം എടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ അറിയാം, മഹാരാഷ്ട്രയുടെ മനസ്സ് ഏത് രാഷ്ട്രീയ പാർട്ടിക്കൊപ്പമാണെന്നുള്ളതിൽ ഒരു തർക്കമില്ല. ടൈംസ് നൗ പോലെ ദേശീയ തലത്തിൽ വലിയ തരത്തിൽ ഒരു സർവേ ഫലങ്ങൾ എപ്പോഴും പുറത്തുവിടുന്ന ഒരു ചാനലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംവിധാനത്തെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും അറിയാം, ഒരു തമാശ രീതിയിലുള്ള കലാപരിപാടികളൊന്നും ഇത്രയും കാലമായിട്ട് നടത്താറില്ല. അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ BJPക്കും അതോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ ശിവസേനക്കടക്കം വലിയ തരത്തിൽ ശരത് പവാർ പക്ഷത്തിനടക്കം ഒരു തിരിച്ചടി ലഭിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 2019 48 സീറ്റുകളിൽ 41 സീറ്റുകളും NDA പക്ഷം BJP നേതൃത്വം നൽകുന്ന NDA പക്ഷം നേടിയപ്പോൾ ഇത്തവണ അത് കേവലം 16 സീറ്റുകളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോയത് BJPക്ക് വലിയ ഒരു ക്ഷീണമാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത്, കുറച്ച് മാസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 1-2 മാസങ്ങൾക്ക് ശേഷം ഈ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സംവിധാനം അത് പൂർണ്ണമായിട്ടും രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഒപ്പം നിൽക്കുകയും രാജ്യവിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുമെന്നുള്ള രീതിയിലുള്ള തോന്നൽ അത് രാജ്യത്തെ ജനങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ ഹൈന്ദവ ധർമ്മത്തെ അപമാനിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ ഇതിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ എപ്പോഴും തയ്യാറാണ്. രാമക്ഷേത്ര വിഷയത്തിലടക്കം വലിയ നെഗറ്റീവായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നു. പല രീതിയിൽ ഹിന്ദു സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഹിന്ദു സംഘടനാ സംവിധാനം അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ വർഗീയവൽക്കരിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ എടുക്കുന്ന ഒരു രീതിയിലേക്ക് മഹാരാഷ്ട്രയിലെ അല്ലെങ്കിൽ രാജ്യത്തെ ഇന്ത്യ പക്ഷവും നേതൃത്വവും മാറിക്കൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ
ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ അവിടെ നടന്ന ഒരു ആഭ്യന്തര സംഘർഷം, അല്ലെങ്കിൽ അത് സർക്കാരിന് നേരെ ഉണ്ടായ ഒരു പ്രതിഷേധ സമരം, അത് അവിടുത്തെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ഹിന്ദു സമൂഹത്തിന്റെ ഉന്മൂലനത്തിന് വേണ്ടി പല സംഘടനകളും ഉപയോഗപ്പെടുത്തി, പല മതമൗലികവാദ സംഘടനകൾ ഉപയോഗപ്പെടുത്തി ഹിന്ദുക്കളെ കൂട്ടമായിട്ട് കൊലപ്പെടുത്തുന്ന, ഒരു വീടുകൾ ആക്രമിക്കുന്ന, ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്ന, നടു റോട്ടിൽ കൊല ചെയ്തുകൊണ്ട് അവരെ തൂക്കിയിട്ടുകൊണ്ടുള്ള ചില കലാപരിപാടികൾ. അപ്പോൾ ഇതെല്ലാം നോക്കി കാണുമ്പോൾ നമ്മുടെ രാജ്യത്തെ, ഇന്ത്യ മഹാരാജ്യത്തെ, അല്ലെങ്കിൽ രാജ്യത്ത് 100 കോടിക്ക് മുകളിൽ നിൽക്കുന്ന ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു സംവിധാനമുള്ള ഈ ഭാരതത്തിലെ രാഷ്ട്രീയ സംവിധാനത്തിന്റെ പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയും അവരുടെ സഖ്യകക്ഷികളും എല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നത്, ചെയ്തിരിക്കുന്നത് മുഴുവൻ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ്, തർക്കമില്ല. ബംഗാളിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നടന്ന സംഘർഷം, അതുപോലെയുള്ള പ്രശ്നം നമ്മുടെ രാജ്യത്തും ഉണ്ടാകും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ഭീഷണി സ്വരങ്ങളൊക്കെയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ ഹിന്ദുക്കളെ ക്രൂരമായിട്ട് കൂട്ടക്കൊല ചെയ്ത ആളുകളെ പോലും എതിർക്കാൻ ഇന്ത്യയിലുള്ള ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് പോലും സാധിച്ചില്ല എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി ഒന്ന് വായ പോലും തുറന്നിട്ടില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിലെ കശ്മീരി പണ്ഡിറ്റുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്നേ വരെയും എന്തെങ്കിലും ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതും ഇല്ല എന്ന് തന്നെ വേണം നമ്മൾക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ രാജ്യത്തെ ജനങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കാണുന്നു. ശിവസേന എന്ന് പറയുന്ന ഒരു പൂർണ്ണ ഹിന്ദുത്വവാദ സംഘടന, അത് മഹാരാഷ്ട്രയിൽ വലിയ തരത്തിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ബാൽ താക്കറെ പോലെയുള്ള ഒരു ഹിന്ദു ഹൃദയ സമ്രാട്ട് എന്നുള്ള രീതിയിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ പൂർണ്ണമായിട്ടും കണ്ടത്, അല്ലെങ്കിൽ ഛത്രപതി ശിവാജി മഹാരാജാവിന് ശേഷം മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഒരുപോലെ ഒത്തൊരുമയോടെ കണ്ട, അല്ലെങ്കിൽ ബഹുമാനിച്ച ഒരു ഹിന്ദുവിന്റെ ഏറ്റവും വലിയൊരു മുഖമായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തിന്റെ മകൻ മൂലം വലിയ രീതിയിൽ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്നു, ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ആളുകൾക്കൊപ്പം നിലകൊള്ളുന്നു, അവർ അധികാരത്തിനും വോട്ടിനും വേണ്ടി മാത്രം ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ സാധിച്ചിരിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലവിൽ അവർ രൂപീകരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അവർ ഒന്നിച്ച് രൂപീകരിച്ചിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമായിട്ടുള്ള ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ BJPക്ക് മാത്രമല്ല ഈ രാജ്യത്തെ ഭൂരിപക്ഷ വിഭാഗത്തിന് പോലും ഭീഷണിയാകുന്ന തരത്തിലേക്കാണ് എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് മാറുന്നതിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ മഹാരാഷ്ട്രയിൽ ഇതുപോലെയൊരു വലിയ മുന്നേറ്റം BJPക്കും സഖ്യകക്ഷികൾക്കും ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അവരങ്ങനെയാണ് മികച്ച രീതിയിലുള്ള പ്രവർത്തനം, തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയിൽ നിന്ന് കൃത്യമായിട്ട് പാഠം ഉൾക്കൊണ്ട് അവിടെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മഹാരാഷ്ട്ര പോലെ വലിയ ഒരു സംസ്ഥാനത്ത് ഭരണ തുടർച്ചയിലേക്ക് BJP നേതൃത്വം മാറുന്നതിന്റെ ഏറ്റവും വലിയ കാഴ്ചയാണ് ടൈംസ് നൗ പുറത്തു വിടുന്നത്. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു തോൽവിയായിരിക്കും ഈ വരാൻ പോകുന്നത്. മികച്ച രീതിയിലുള്ള സംഘടനാ സംവിധാനത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ മഹാരാഷ്ട്രയിൽ BJP വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. NCP ശരത് പവാർ പക്ഷത്തെ പോലും തകർക്കുന്ന രീതിയിലേക്കുള്ള മികച്ച പ്രകടനമാണ് NCP അജിത് പവാറിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ ശിവസേന എന്ന് പറയുന്ന സംവിധാനത്തെ പിളർത്തി മാറ്റി, അല്ലെങ്കിൽ ഉദ്ധവ് താക്കറെയുടെ ഭാഗമാക്കാൻ മാത്രം ശ്രമിച്ചിരുന്ന ഉദ്ധവ് താക്കറെയുടെ ലക്ഷ്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും തകർക്കുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി താൻ വരും, അല്ലെങ്കിൽ തന്നെ ഉയർത്തി കാണിക്കണമെന്നുള്ള രീതിയിലേക്കുള്ള ഉദ്ധവ് താക്കറെയുടെ നിലപാടുകളൊക്കെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ് അവിടുത്തെ ജനങ്ങൾ BJPക്ക് നൽകുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള യഥാർത്ഥത്തിൽ വലിയ ഒരു മുന്നേറ്റമാണ് അവിടെ ഉണ്ടാകാൻ BJPക്ക് പോകുന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. വിപിൻ ലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.